പോയപ്പോൾ നമ്മൾ പാനിപ്പൂരിയുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവനിവിടെ 50 പാനിപ്പൂരി കഴിക്കുന്നു. അവൻ്റെ 50 പാനിപ്പൂരി ഞാൻ സ്പോൺസർ ചെയ്യും. 50 പാനിപ്പൂരി അവൻ കഴിച്ചില്ലെങ്കിൽ അവൻ തന്നെ പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ. ഇത്രേ ഉള്ളൂ ചാലഞ്ച്. ഓക്കെ അല്ലേ? അപ്പം നീ 50 പാനിപ്പൂരി കഴിച്ചില്ലെങ്കിൽ പൈസ നീ കൊടുക്കേണ്ടി വരും. 50 കഴിച്ചാൽ കൊടുക്കണ്ടേ? ഞാൻ കൊടുത്തോളാം കേട്ടല്ലേ? 50 കഴിച്ചില്ലെങ്കിൽ ഐസ് പാക്കറ്റ് ചെയ്യുന്ന അവൻ കഴിക്കുന്നു. അപ്പം ഇവനത്തെ കഴിച്ചില്ലെങ്കിൽ ഐസ് പാക്കറ്റ് കേട്ടോ. ഒന്ന് എണ്ണിക്കോ അരമണിക്കൂർ ഇങ്ങനെ ആസ്വദിച്ചൊക്കെ കഴിക്കാനാണല്ലേ, കുഴപ്പമില്ല. ലൈവിൽ ഞാനിവിടെ ഫുഡ് ചാലഞ്ച് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷയിലിട്ടു. വോയിസ് നമ്മുടെ കണ്ടസ്റ്റന്റ് 100 പാനിപ്പൂരി കഴിക്കുന്ന പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് വന്നതാണ് അവൻ. 100 പാനിപ്പൂരി ഞാൻ കഴിക്കണമെന്നും പറഞ്ഞ് ഫുഡ് കഴിച്ചിറങ്ങി എൻ്റെ അടുക്കെ വന്നതാണ് അവൻ. പിന്നെ എനിക്ക് ഓഫർ തന്നു 50 കഴിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു 50 നീ കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ പാനിപ്പൂരിയുടെ കോസ്റ്റും ഞാൻ വഹിച്ചോളാന്ന്. അങ്ങനെ അവൻ്റെ ഫേവറേറ്റ് പാനിപ്പൂരി കടയിലോട്ട് വന്ന് അതെ എനിക്കിനി സമയം 15 മിനിറ്റ് ഉണ്ട്. അപ്പം അവൻ പറഞ്ഞു അവൻ 50 കഴിച്ചോളാം, അതൊക്കെ നിഷ്പ്രയാസം. അത് കഴിച്ചില്ലെങ്കിൽ ത്രഷോൾഡ് 30 ഇല്ല, 50. 1 or 2 ഇല്ല, നീയാണ് കൗണ്ടർ മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, മുഴുവൻ വീഴണം. അടിതൊട്ട് മുടി വരെ വീഴണം. ആ റെഡിയാണല്ലേ? എവിടുന്നാ എന്നാ മാറി പോകുന്നത്? എന്ത് നടന്നു? നീ കേട്ടോ? വെള്ളം തീർന്നിട്ടില്ല. എന്ത് നടത്തു വെള്ളം?